കേരളത്തിലും ഗൾഫിലും 200-ലധികം എക്സ്ട്രാ ഷോകളുമായി കളങ്കാവൽ തരംഗം തകർക്കുന്നു. മെഗാ വിജയത്തിലേക്ക് കടക്കുകയാണ് മമ്മൂട്ടി ചിത്രം. വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം ആദ്യ ദിനം തന്നെ നടത്തിയത്. മമ്മൂട്ടിയുടെ അതിഭീകര വില്ലനിസം തീപാറിച്ച് മമ്മൂട്ടിയും വിനായകനും കളങ്കാവലിനെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസ് കുലുങ്ങി. മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും കാത്തിരിപ്പുയർത്തിയ ഒരേ ഒരു ചിത്രമാണ് കളങ്കാവൽ. 8 മാസത്തിന് ശേഷമാണ് കളങ്കാവൽ, അതും മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ഇതിനു പുറമെ മമ്മൂട്ടി പ്രധാന നായകനായി എത്തുന്നു എന്നതും ചിത്രത്തിന്റെ ഒരു പ്രധാന പബ്ലിസിറ്റിക്കുള്ള മാറ്ററായിരുന്നു. നായകനായി മമ്മൂട്ടിക്കൊപ്പം എത്തുന്ന വിനായകൻ, മറ്റൊരു നവാഗത സംവിധായകനൊപ്പം മമ്മൂട്ടി എന്നിങ്ങനെ പലവിധ ഘടകങ്ങൾ പ്രേക്ഷകർക്ക് വലിയ തരത്തിൽ സ്വാധീനമുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രങ്ങൾക്ക് ആദ്യ ദിനം ആദ്യ ഷോകളിൽ ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണം എന്തെന്ന് ഇൻഡസ്ട്രി തന്നെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ പ്രേക്ഷകരും ഇന്ന് സിനിമയുടെ റിവ്യൂസ് നോക്കിയാണ് സിനിമ കാണാനും തീരുമാനിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നാൽ പിന്നെ പറയണ്ടല്ലോ കാര്യം. ബോക്സ് ഓഫീസിൽ പിന്നെ കുതിക്കും സിനിമകൾ. അതുതന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിനും സംഭവിച്ചിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ ചിത്രം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയതോടെ കളങ്കാവൽ ബോക്സ് ഓഫീസിൽ തീപാറിച്ച് മുന്നേറുകയാണ്. കണക്കുകൾ പ്രകാരം ബുക്ക് മൈ ഷോയിൽ ചിത്രം മണിക്കൂറിൽ 15,000 ടിക്കറ്റുകൾക്ക് മുകളിൽ വരെ എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ 102 സ്ക്രീനുകളിൽ ചിത്രം പുതുതായി ആഡ് ചെയ്യുകയും ചെയ്തു. നൈറ്റ് ഷോകളുടെയും ഈവനിംഗ് ഷോകളുടെയും എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു. ടിക്കറ്റിനായുള്ള ഡിമാൻഡ് വർദ്ധിച്ചതും കേരളത്തിൽ 258 ലേറ്റ് നൈറ്റ് ഷോകൾ വർദ്ധിപ്പിക്കാനുണ്ടായ സാഹചര്യത്തിലേക്ക് നയിച്ചു. കണക്കുകൾ പറയുന്നതനുസരിച്ച് ആദ്യ ദിനം കളങ്കാവൽ നേടിയിരിക്കുന്നത് 4 കോടിക്ക് മുകളിലാണ്. അതായത് 5 കോടിക്കടുത്ത് തന്നെ ചിത്രം സ്വന്തമാക്കി. ഫൈനൽ കണക്കുകൾ ഇനിയും മാറാൻ സാധ്യത കൂടുതലാണ്. പക്ക ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ സംവിധാനം നവാഗതനായ ജിതിൻ കെ ജോസാണ്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയത് ജിതിനായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫെ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിലെത്തിച്ചത്. മലയാള സിനിമയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധായകനെ ഇതിലൂടെ ലഭിച്ചുവെന്നാണ് കളങ്കാവൽ കണ്ട പ്രേക്ഷകർ പറയുന്നത്. ഒപ്പം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു വേഷപ്പകർച്ച തന്നെയാണ് കണ്ടതെന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു. നടന്ന സംഭവത്തിന്റെ ആവിഷ്കാരമാണ് കളങ്കാവൽ. ഇത് നേരത്തെ തന്നെ ചർച്ചകൾ നടന്നതാണ്. എന്നാൽ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 2000കളുടെ തുടക്കത്തിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലം. ഒരു പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ തുടർന്ന് ഒരു പറ്റം യുവാക്കൾ തമ്മിലുണ്ടാകുന്ന സംഘർഷത്തെ തുടർന്നാണ് സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത്. ഇത് അന്വേഷിക്കാൻ SJ ജയകൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി വിനായകൻ എത്തുന്നു. ഇതിലൂടെയാണ് ഭയപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ കണ്ടെത്തുന്നത്. മമ്മൂട്ടി സ്റ്റാൻലി ദാസ് എന്ന വില്ലനായാണ് ചിത്രത്തിൽ എത്തുന്നത്. യൂണിഫോമില്ലാതെ പോലീസ് വേഷത്തെത്തി മികച്ച പ്രകടനമാണ് വിനായകൻ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.